ഈ വണ്ടിയുടെ പുറകിൽ ഈ ഉമ്മൻചാണ്ടി സാറിന്റെ പടം ഒട്ടിച്ച് വെച്ചേക്കുന്നത് എന്തിനാ? അല്ലാതെ പിന്നെ ആരുടെ ഫോട്ടോയോ ഒട്ടിക്കണത്? ഇത്ര നന്മ ചെയ്ത മനുഷ്യനില്ലാതെ എന്റെ വണ്ടിയിൽ എന്റെ അമ്മച്ചിയുടെ ഫോട്ടോയും ബാക്കിൽ ഉമ്മൻചാണ്ടി സാറും. എന്റെ കാണപ്പെട്ട ദൈവം എന്റെ അമ്മയാണ്. അത് കഴിഞ്ഞ പിന്നെ ഉമ്മൻചാണ്ടി സാർ. ഉമ്മൻചാണ്ടി സാറിന് ഇത്രയ്ക്ക് ഇഷ്ടം എന്താ? ഉമ്മൻചാണ്ടി സാർ ആർക്കാ ഉപകാരം? എനിക്കും ചില ഉപകാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഉമ്മൻചാണ്ടി സാറ് മരിച്ച പിന്നെ ഞാനും അറിയണത്. എന്താ സ്ഥലത്തിന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാനൊരു അപേക്ഷ കൊടുത്തിട്ട് അതൊക്കെ പാസ്സായതാണ്. അപ്പോൾ ഒത്തിരി പേർക്ക് നന്മ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ. അതിന്റെ പേരിൽ ഞാനങ്ങനെ ഉമ്മൻചാണ്ടി സാറിന്റെ ഫോട്ടോ വെക്കും. ഈ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് രാഷ്ട്രീയക്കാരുടെ പടമൊക്കെ ഇങ്ങനെ വണ്ടി വെച്ചുകൊണ്ട് കിടക്കുന്നത്. ഇത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. പൊതുവെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്, പുള്ളി കോൺഗ്രസ്സുകാരനാണെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനോട് ചോദിച്ചാലും പുള്ളിക്കാരനെ കുറിച്ച് ഒരു ചീത്ത അഭിപ്രായം പറയില്ല. പുള്ളിക്കാരന് ആ സരിത കേസുണ്ടായിട്ടും പുള്ളി മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചുള്ളൂ. ആരെ പുള്ളിനെ കല്ലെറിഞ്ഞിട്ടും പുള്ളി അയാളെ സ്നേഹിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടാവുമോ? അപ്പൊ അതുകൊണ്ട് പുള്ളിയുടെ ഫോട്ടോ വെച്ചേക്കണം. ഇപ്പൊ ഒരു വർഷത്തോളമായി പുള്ളിയുടെ ഫോട്ടോ വെക്കണം. പുള്ളി മരിച്ചതിന് ശേഷം മിക്കപ്പോഴും ഞാൻ പുള്ളിയുടെ അതുവഴി പോകുമ്പോൾ എല്ലാം പുള്ളിയുടെ കല്ലറയിൽ കയറും. മരിക്കുന്നതിന് മുമ്പേ ഫോട്ടോ ഒട്ടിച്ചോ? ഇല്ലില്ല, മരിക്കുന്നതിന് മുമ്പല്ല. ഞാനിപ്പോ മരിച്ചതിന് ശേഷമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മരിച്ചതിന് ശേഷമുള്ള പുള്ളിയെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റിയത്. അതിക്ക് മുമ്പും ഉമ്മൻചാണ്ടി സാർ എന്ന് പറഞ്ഞാൽ ഞാൻ ഉമ്മൻചാണ്ടി സാർ എവിടെ വന്നാലും ഞാൻ അവിടെ പോകും. എനിക്ക് കാണണമെന്നൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു. പിന്നെ ചാണ്ടി ഉമ്മനെ കാണാൻ വേണ്ടി ഞാൻ 2 പ്രാവശ്യം പോയി. പുള്ളി അവിടെ ഉണ്ടായില്ല. പക്ഷെ എന്നാലും ഞാൻ അവിടെ ആ പരിസരത്ത് എവിടെ ഓട്ടം പോയാലും ചാണ്ടി സാറിന്റെ കല്ലറ കയറിയിട്ട് ഞാൻ തിരിച്ചു വരുള്ളൂ. ചേട്ടൻ കോൺഗ്രസ്സുകാരനാണോ? വണ്ടി ത്രിവർണ്ണമാലയൊക്കെ ഉണ്ടല്ലോ. പിന്നെ പക്ക കോൺഗ്രസ് ആയിരുന്നു. അപ്പൊ ഈ പാർട്ടിയുടെ ഇതൊക്കെ ഒട്ടിച്ചടക്കുമ്പോ ഓട്ടം കിട്ടുമോ? ചില ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഓട്ടം വിളിക്കുമോ? ബിജെപിക്കാരൊക്കെ അങ്ങനെ ബിജെപി ഇതൊന്നും ബിജെപി ആയിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആയിട്ടോ നമുക്ക് പ്രശ്നങ്ങളില്ല. എന്റെ വണ്ടിയിൽ പല വന്ന ആൾക്കാർ മുഴുവനും നോർത്ത് ഇന്ത്യൻ ഗസ്റ്റാ. അവർ മിക്കതും ബിജെപിക്കാരായിരിക്കും. പക്ഷെ എന്റെ വണ്ടിയിൽ കയറി കഴിഞ്ഞാലും നമ്മൾ പാർട്ടി പറയാറില്ല. അവരുടെ ഇഷ്ടം അവരുടെ പാർട്ടി. ഈ നോർത്ത് ഇന്ത്യൻ ഗസ്റ്റുകൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഒട്ടിച്ചു പടം അറിയാമോ? അവർക്കൊക്കെ അറിയാലോ. അപ്പൊ എന്ത് പറയും? നമ്മളെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു പറയും, മുൻ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അവർക്കും ഈ ടിവിയിൽ മൊത്തത്തിൽ അറിയുന്നതാണല്ലോ. അപ്പൊ അവർക്കും മിക്കവർക്കും അറിയാം. പിന്നെ ചിലർ ചോദിക്കുന്നത് ആരാന്ന് ചോദിക്കും. അത്ര ഇതില്ലാത്തവര്. ഈ ഉമ്മൻചാണ്ടി സാർ കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി. കേരളത്തിലോ അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. വി ഡി സതീശൻ നല്ലതാണ്. വി ഡി സതീശനൊക്കെ ഇപ്പൊ നല്ല. അതുപോലെ രാഹുൽ മാങ്കുട്ടം, ഷാഫി, ഇവരൊക്കെ നല്ല സംസാരിക്കാൻ കഴിവുള്ളവരാണ്. നല്ലോണം സംസാരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാരായ നേതാക്കന്മാരെല്ലാവരും നല്ലോണം വർത്താനം പറയുന്നവരാ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ട് കിട്ടും? എത്ര സീറ്റ് കിട്ടും? ഫുള്ള് കിട്ടും എന്നുള്ളതാണ്. ഫുള്ള് കിട്ടണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പൊ നമ്മൾക്കൊക്കെ അറിയാമല്ലോ. ഇപ്പൊ ഓട്ടോറിക്ഷയ്ക്ക് തന്നെ 400 രൂപ ആയിരുന്നത് ഇപ്പൊ 4400 രൂപ ആക്കി. ഈ മൻമോഹൻ സിംഗ് ഒക്കെ ഭരിച്ചിരിക്കുന്ന സമയത്ത് 450 രൂപ 480 രൂപ കണ്ടുണ്ടായത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഇതിനടച്ചത് ഗ്യാസിനടച്ചത് 1050 രൂപയാണ്. അപ്പൊ അത്രയൊക്കെ കൂടിയിട്ടും ആരും ഒന്നും മിണ്ടല്ല. കോൺഗ്രസ്സാണ് ഭരിക്കണമെങ്കിലോ. അപ്പോൾ ഇവിടെ പ്രശ്നങ്ങളുണ്ടാവും. ഇത് കുറപ്പിക്കാനുള്ളത് ചെയ്യും. ഡീസലിന് എന്ത് വിലയായി? ഞങ്ങളിപ്പോൾ ഡീസൽ ഈ ഊബർ ഓടുന്നുണ്ട്. ഞങ്ങൾക്ക് 130 രൂപ വെച്ച് കിട്ടുള്ളൂ. ഞങ്ങൾക്ക് എന്തും മുതലാവും? ടയർ തേയ്മാനം, ഓയിൽ ചേഞ്ചിങ്, ഞങ്ങളുടെ ചെലവ്, ഇതൊക്കെ കൂടി എങ്ങനെ? അപ്പം അതാണ് അവർ കോൺഗ്രസ്സുകാർ പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ മാറ്റം ഉണ്ടാവും. നല്ല പാവപ്പെട്ടവർക്ക് ജീവിക്കാനുള്ള ഒരു പല ഉപകാരങ്ങളും ഉണ്ടാവും. ഉമ്മൻചാണ്ടി സാറാണ് കൺകണ്ട ദൈവം. കൺകണ്ടത് എൻ്റെ അമ്മയാണ്. അത് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി സാർ. എൻ്റെ വണ്ടി നിൽക്കുന്നത് എൻ്റെ അമ്മച്ചിയുടെ ഫോട്ടോയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉമ്മൻചാണ്ടി സാറ്.